ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രാഗോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഗ്നിയുടെ എപ്പിസോഡ് നമ്പർ 7 ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7 or 6 ആണ് ഗൈസ്. അപ്പം എല്ലാവർക്കും അഗ്നിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഗൈസ്, പിന്നെ ഓണമൊക്കെ കഴിഞ്ഞു. ഓണത്തിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി. നമ്മളിവിടെ വലിയ ഇവൻ്റൊക്കെ നടത്തി ഗൈസ്, ബട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂടുതലൊന്നും പറയാനില്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്തുക ഗൈസ്. അപ്പം എന്താണ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നെതർ ഹബിലാണ്. നമ്മുടെ ബില്ലാബായി ഉണ്ടാക്കി നെതർ ഹബിലേക്ക് നമുക്ക് ഇങ്ങനെ കയറിയേറ്റാം. നമ്മളിങ്ങനെ അപ്ഡേറ്റ്സിലാണ് ഗൈസ്. ഇപ്പം നമ്മൾ എൻ്റെ പോകാനുള്ള പരിപാടിയിലാണ്. കണ്ട ടൂൾസൊക്കെ സെറ്റ് ചെയ്തു. ഫുള്ള് സെറ്റാണ് ഗൈസ്, സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബേസിലേക്ക് പോവാം. പിന്നെ എന്താ, വലിയ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഓണത്തിൻ്റെ വീഡിയോസൊന്നും ഇട്ടില്ല, സോറി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ബേസിലെത്തിക്കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് അപ്ഡേറ്റ്. ആദ്യം ഇങ്ങനെ ഒന്നും ആയിരുന്നല്ലോ, ബിഫോർ ആഫ്റ്റർ കാണിക്കണമെന്നുണ്ട്, പക്ഷേ എടുത്തില്ല ഗൈസ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബേസിൽ അപ്ഡേറ്റ്. നമ്മളിപ്രാവശ്യം ബേസിലാണ് ഇരുന്നത് ഗൈസ്. അപ്പം ഓരോന്നിനും തുടങ്ങാം. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹൗസ് ഗൈസ്. ഇതാണ് നമ്മുടെ ഹോഴ്സിൻ്റെ ഹൗസ് കാരണം നമുക്ക് ഹോഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടെ 2-3 എണ്ണം ഉണ്ടായിരുന്നു, അതിനൊക്കെ എടുത്തിട്ടതാണ് ഗൈസ്. ഇവിടെ ഒരു ഹോഴ്സ് ഉണ്ടായിരുന്നു, അതിനെ ലെജൻഡ് കൊന്നു ഗൈസ്. അതിട്. പിന്നെ നിങ്ങൾക്ക് കാണാം, നമ്മൾ അയൺ ആർമർ ഇട്ടിട്ടാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ സൂട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ സൂട്ട് അവിടെ റെഡിയാക്കാം. നമുക്ക് അവിടെ പോകാം. അതിന് മുമ്പ് ഇതൊക്കെ കാണിക്കട്ടെ. പിന്നെ ഗൈസ്, ഇത് നമ്മുടെ ഒരു എന്താ പറയുക ഇതിന് ഒരു പോർഷൻ സെറ്റപ്പാണ് ഗൈസ്. ഇത് അതിനുള്ള സെറ്റപ്പാണ് നമ്മളിവിടെ ഒരുക്കി വെച്ചേക്കുന്നത്. നമ്മൾ അതിനുള്ള പരിപാടികൾ ഇവിടെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ എന്നോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഈ എക്സ് റെക്കോർഡിൻ്റെ ചെറിയ പണികൾ കാരണം നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. എന്തായാലും അപ്പോൾ നമ്മൾ നേരെ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബേസിലൊരു സ്റ്റോറേജ്, പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റോറേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചവറിരിക്കുന്നുണ്ട്, അത് നേരാക്കണം. ഗൈസ്, ആയോട്ടെ. പിന്നെ നമ്മളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ റെയർ ഐറ്റംസ്, അങ്ങനെ ഈ എന്തൊരു സാധനം, അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം. പിന്നെ ഇവിടെ കുറച്ച് ടോട്ടോ ഇരിക്കുന്നുണ്ട്, നമുക്ക് അത്യാവശ്യമുണ്ട്. ടോട്ടോ സെക്കൻഡ് വെച്ചിട്ട് പൊട്ടുകയാണ് ഗൈസ്. ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്, കാരണം സ്റ്റോർ ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഇവിടെയൊക്കെ തന്നെ ആവും കിടക്കുക. പിന്നെ കുറച്ച് സ്റ്റോണൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, അതൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ബേസിലുള്ള ചുറ്റൂറുള്ള എല്ലാ ചെസ്റ്റും നമ്മൾ പൊട്ടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ചു. പിന്നെ ഉള്ള അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ പാത്തും കാര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഇതിനെന്ത് പറയാം, നമുക്കൊരു ക്യാമൽ ഉണ്ടായിരുന്നു, ഒരു ഒട്ടകം. ഒട്ടകം നമ്മുടെ ബില്ലാബയുടെ ബേസിലായിരുന്നു. അവിടുന്ന് ഞാനത് എടുത്തുകൊണ്ട് ഓടുന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് ഗൈസ്. ഇവിടെ വൻ സെറ്റപ്പ് ആക്കിയത് ഇങ്ങനെ എന്തോ ഹൈറ്റിലൊക്കെ എന്തെങ്കിലോട്ടെ. അതിന് ഇരിക്കാനും അതിന് വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെ നോക്കാൻ നമ്മളിവിടെ ഒരാളെ നിർത്തിയിരുന്നു ഗൈസ്. അയാൾക്ക് കെടുക്കാനുള്ളൊരു ചെറിയ സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാൾ പോയി ഗൈസ്. ഏതൊരുത്തം വന്ന് ഡോറ് വന്നിട്ട് ഗൈസ്. പിന്നെ നമ്മൾ വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൂ എങ്ങനെയുണ്ട് എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം പാത്ത് സെറ്റപ്പ് എങ്ങനെയുണ്ട്, ഓൾ ഓവർ സെറ്റപ്പ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് നമ്മളങ്ങോട്ട് പാത്ത് ഡിസൈൻ ചെയ്ത് അടിപൊളിയാക്കി ഗൈസ്. ഇതെങ്ങനെയുണ്ട്, എന്താ പറയുക, ഇതെങ്ങനെ വെച്ചെന്ന് ചോദിക്കരുത്, ഇത് ഞാൻ അങ്ങനെ വെച്ച് പോയതാണ്. ഇനി ഇവിടം കൂടി കുറച്ചുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റോൺ മേടിച്ചുകൊണ്ട് വന്നത്. അത് പണിയായി. അത് കുറച്ച് മതിയായിരുന്നു, ബട്ട് ഞാൻ ഫുൾ ഓർഡർ ചെയ്തു ഗൈസ്. അതല്ല, നമുക്ക് ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യും ഗൈസ്. നമ്മുടെ XP ഒന്നും നോക്കണ്ട, നമ്മൾ 40 XP ഉണ്ടായിരുന്നു ഗൈസ്. എല്ലാം ഇതിങ്ങനെ എൻചാൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ ഇനി പോകുന്ന നമ്മുടെ ട്രേഡിംഗ് ഹാളിലേക്ക് ഗൈസ്. ഞാൻ ട്രേഡിംഗ് ഹാളിൽ എത്തിയിട്ട് കാണിക്കുക ഗൈസ്. അതുകൊണ്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പം നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ എത്തിയിട്ടുണ്ട്. സെർവറിലപ്പം ബില്ലാബായി ഉണ്ട് ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫുൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇവിടെ മൊത്തം മാറ്റി.
ഇവിടെ കണ്ട നിങ്ങളൊരു ഫർണസും കാര്യങ്ങളും എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ ഈ അയണിൻ്റെ പിക്കാസും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ലാഭമില്ല. നമുക്ക് ഈ അയണിൻ്റെ പിക്കാസൊന്നും കുറേ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ വെറുതെ ഒരു കാര്യമില്ല. ഇതിൽ നമ്മൾ ആ അയണിൻ്റെ എന്താ പറയുക ഇങ്കട്ട്, ആക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഇങ്കട്ട് കിട്ടും. അത് വെച്ച് നമ്മൾ എന്തുണ്ടാക്കും ലാൻഡ് ഉണ്ടാക്കും ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവം. പിന്നെ ഇവിടെ നമ്മൾ ചെസ്റ്റസ് കാര്യങ്ങൾ കുറേ ചെസ്റ്റ് ഉണ്ട്. കണ്ടോ, ഇതിൽ കുറച്ച് എമറാൾഡ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞു ഗൈസ്. പിന്നെ ഇതിൽ കുറച്ച് ചവർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ബുക്കുകൾ ടോട്ടകൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ട്രേഡിംഗ് ഹാൾ ടോട്ട ഫാമിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് ഗൈസ്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ അപ്ഡേറ്റ്. അതെ ഗൈസ്, നമ്മൾ ആർമർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ഒന്നും ഇട്ടിട്ടില്ല, ഇടാൻ കണ്ടാൽ അടിയിൽ HP ഇല്ല ഗൈസ്. ഇതിട്ടപ്പോഴത്തേക്ക് എൻ്റെ ഏകദേശം 60 ഇതിട്ടപ്പോഴത്തേക്ക് ഏകദേശം 70-80 HP പോയിട്ടുണ്ടാകും ഗൈസ്. കാരണം ഇതിടാൻ വേണ്ടി എനിക്ക് 40 വന്നു. പിന്നെ ടോട്ടൽ ഈ 3 ഐറ്റംസും പാടെയാണ് ഞാൻ പറയുന്നത്. അതിന് കൂടുതൽ വന്നാലേ ഉള്ളൂ, എനിക്കറിയത്തില്ല. എന്തായാലും ഇതിടാൻ വേണ്ടി എനിക്ക് 40 എന്ന് പറയുന്നത് 27-30 വന്നു എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മളിവിടെ ട്രേഡിംഗ് ഹാളിൽ വൺ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ട, വില്ലേജേഴ്സിനെയൊക്കെ നിർത്തി നമ്മൾ ഓരോ വില്ലേജേഴ്സ് അങ്ങനെ. ഇവിടെ ലാസ്റ്റ് എന്തായിരുന്നു, ഫോർച്യൂണ് ഇവനെ സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഇനി എന്താ മേടിക്കേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഇവിടെ നമ്മൾ എന്താ പറയുക, പിന്നെ അവിടെ എന്തായിരുന്നു സോഡിലിടണ ആ ബുക്ക് മേടിച്ചു കഴിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരൊറ്റ സാധനം ഇടാൻ വേണ്ടിയിട്ട് എവിടെ ബുക്ക് കാണാമല്ലോ, എവിടെയും കൊണ്ടു വെച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് 2 ആർമർ ഉണ്ട്. അറിയാലോ, അനുഭവം കൊണ്ട് നമ്മളെല്ലാം പഠിക്കുമല്ലോ. നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഈ ബുക്കിലിട്ട് കണ്ട ഗൈസ്, ഫയർ പ്രൊട്ടക്ഷൻ. ബാക്കി ഇട്ടിട്ടില്ല, ബാക്കി ഇടണം. ഇനി നെതറിൽ പോകുമ്പോൾ ആരുടെ കൂടെ ആയാലും സാരല്ല ഗൈസ്, ഞാൻ ഇതിട്ടിട്ട് ഇനി നെതറിൽ കയറത്തുള്ളൂ. എന്താ ചെയ്യുക ഗൈസ്, അനുഭവങ്ങളാണ് നമ്മളെ ഓരോ പാഠങ്ങളും പഠിപ്പിക്കുന്നത് അല്ലേ. പിന്നെ ഇവിടെ 2 ആൾക്കാരുണ്ട്. ഇത് നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രീഡിംഗ് ഹാൾ ഇല്ലാത്ത സമയത്ത് സെറ്റ് ചെയ്തതാണ്. സോ അതിന് വേണ്ടി സെറ്റ് ചെയ്തേക്കാണ്. സോ ഫൈനലി നമ്മളെ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ എൻ്റെ പോകുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ബില്ലയുടെ ടാസ്ക് കൂടി കംപ്ലീറ്റ് നമുക്കൊപ്പം പോവാച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും പിന്നെ പോർട്ടലിൽ അവിടെ അപ്ഡേറ്റ്സ് ഉണ്ട് ഗൈസ്. പോർട്ടലിൽ അവിടെ വലിയ അപ്ഡേറ്റാണ്, ഞാൻ കാണിച്ചിടാം. എന്താ പറയുക ഗൈസ്, ഈ ട്രേഡിംഗ് ഹാൾ ഞാൻ അങ്ങനെ പൊതുവെ കാണിക്കാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ അങ്ങനെ ഇതുവരെ കാണിച്ചിട്ടില്ല. കാരണം അറിയാലോ, ട്രേഡിംഗ് ഹാൾ കാണിച്ചിട്ടുണ്ടോ, ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവും, മേ ബി എന്തെങ്കിലും ആവട്ടെ. സോ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴിയാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ പോർട്ടലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുവരെ ഉള്ളൂ നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഇനി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആലോചിക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഔട്ടർ പറയാം ഗൈസ്, ഔട്ടർ എവിടെ ഇരുന്ന് പറയും ഗൈസ്. എവിടെ ഇരിക്കും, നമ്മളെവിടെ ഇരിക്കും, തൽക്കാലം ഇരിക്കാനും പറ്റുന്നില്ല. ഓക്കെ, സോ ഗൈസ്, അപ്പം അടുത്ത വീഡിയോയിൽ നമ്മളിങ്ങനൊന്നും ആയിരിക്കില്ല, ഫുൾ സെറ്റപ്പ് ആയിരിക്കും. ആർമറൊക്കെ ഇട്ട് ആർമർ എൻചാൻമെൻറ്റൊക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റപ്പിലായിരിക്കും അടുത്ത വീഡിയോ വരിക. സോ അടുത്ത വീഡിയോ വരുന്നവരേക്കും ലെറ്റ്സ് ബൈ ഗൈസ്. എല്ലാവരോടും ബൈ, ലെറ്റ്സ് ബൈ എന്നൊക്കെ. അപ്പം ബൈ. ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ഗൈസ്.